വിഷു ആഘോഷങ്ങൾക്ക് ശോഭ പകർന്ന പടക്ക വിപണി സജീവമാവുകയാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് വിഷു ആഘോഷങ്ങൾക്ക് കരിമരുന്ന് പ്രയോഗവും നിറം പകരുന്നത്. വിപണികൾ സജീവമാകുമ്പോഴും നിയമവിരുദ്ധമായ ഓൺലൈൻ പടക്ക വ്യാപാരവും സമൂഹത്തിന് പരമ്പരാഗത പടക്ക വ്യാപാരികൾക്കും ഭീഷണിയാവുകയാണ്. ലാത്തിരിയും പൂത്തിരിയും മത്താപ്പുകളും തുടങ്ങി പുതിയ ഇനങ്ങളായ ചറവറ, തമ്പുരാൻ തുടങ്ങി വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള പടക്കങ്ങളാണ് വിപണിയിലുള്ളത്. ചൈനീസ് പടക്കം എന്ന പേരിൽ ഇറങ്ങുന്ന അപകടരഹിതമായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ കൂടുതലായി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പേരിൽ ചൈനയുണ്ടെങ്കിലും തീർത്തും ഇന്ത്യൻ നിർമ്മിതമാണ് ഇവയെന്ന് പടക്ക വ്യാപാരികൾ പറയുന്നു. ചൈനയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസോ ഇമ്പോർട്ട് ചെയ്യാനുള്ള യാതൊരുവിധ സാധ്യതകളും, കാരണം ചൈനയിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളെല്ലാം നമ്മളിവിടെ ബാൻ ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ വിദേശ നിർമ്മിത മദ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത ചൈനീസ് ഐറ്റംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വിഷുവിന് 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നതെങ്കിലും വിപണി പൂർണ്ണമായും ഉണർന്നിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. പ്രാദേശികമായി നിർമ്മിക്കുന്നവയും ശിവകാശിയിൽ നിന്നും ഇറക്കുമതി ചെയ്തതുമായ ഇനങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. വിഷുവിപണി ഉഷാറായി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി 2 ദിവസം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ പൊതുവെ ഈ കളർഫുള്ളായിട്ടുള്ള, ശബ്ദം കുറഞ്ഞ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസിനാണ് ആളുകൾ കൂടുതൽ, അതായത് കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾക്കാണ് എപ്പോഴും ആവശ്യക്കാർ കൂടുതൽ. ഏറെ വെല്ലുവിളികളെ അതിജീവിച്ച് പടക്ക നിർമ്മാണവും വിൽപ്പനയും നടത്തുന്നവർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധി പടക്കങ്ങളുടെ നിയമവിരുദ്ധമായ ഓൺലൈൻ വിപണനമാണ്. നിയമപരമായ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ നിർമ്മാണവും വിപണനവും നടത്തുമ്പോൾ നടപടി സ്വീകരിക്കാൻ അധികൃതർക്കും സാധിക്കുന്നില്ല. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാലും പലരും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ചെയ്യുന്നുണ്ട്. അതൊട്ടും സുരക്ഷിതമല്ലാത്തൊരു സംവിധാനമായതുകൊണ്ട് തന്നെയാണ് അത് കോടതി അത് വേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കും നമ്മുടെ കച്ചവടത്തെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്നും നാളെയുമായി പടക്ക വിപണി സജീവമാകുന്ന വ്യാപാരികളുടെ പ്രതീക്ഷയ്ക്ക് വരുന്ന വിഷുവർഷം നന്മകൾ നിറഞ്ഞതാകുമെന്ന പ്രതീക്ഷയിൽ ആഘോഷമാക്കുന്ന ഓരോ വിശ്വാസികളും പൂർണ്ണത നൽകട്ടെ. ക്യാമറാമാൻ രാജേഷിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.